1991 മുതൽ 91 ജൂലൈ 3 മുതൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ അധ്യാപികയായി. ഞാനവിടെ ജോയിൻ ചെയ്യുമ്പോൾ എന്നെ PGക്ക് പഠിപ്പിച്ച യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ അധ്യാപകരും 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഫ്ലോർ ടീച്ചർ, ഗോപാലകൃഷ്ണൻ സാറ്, ചെട്ടിയാർ മാഷ്. അങ്ങനെ ഞാൻ ആദരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പം ഞാനും അധ്യാപനം ആരംഭിച്ചു. ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു അത്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർക്കൊപ്പം ഞാനും വളർന്നു, അവർക്കൊപ്പം ചെന്നെത്തി എന്നുള്ള ആ യാഥാർത്ഥ്യം അവിടെ ഞാൻ മനസ്സിലാക്കി. ആ അധ്യാപകർക്കും അവർ പഠിപ്പിച്ച വിദ്യാർത്ഥി ജോലി കിട്ടി അവർക്കൊപ്പം എത്തിയതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും അവരും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ, ഡെക്കേഡുകൾ കടന്നുപോയി. 26 വർഷത്തിൽ കൂടുതൽ, അതായത് 91 മുതൽ 2017 വരെ 26-ലധികം വർഷം ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ സേവനമനുഷ്ഠിച്ചു. അതായത് സിൽവർ ജൂബിലി അവിടെ ആഘോഷിച്ചു. അപ്പോൾ സമർത്ഥരായ വിദ്യാർത്ഥികൾ, 5000-ഓളം പോകുന്ന വിദ്യാർത്ഥികളും 500-ഓളം വരുന്ന അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ സ്ഥാപനം. കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും അതുപോലെ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം ഒരുപോലെ പ്രശസ്തി ആർജിച്ച കോളേജ്. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നാനാഭാഗത്തേക്കും വിവിധ മേഖലകളിൽ, ഉന്നതങ്ങളിൽ, രാഷ്ട്രീയ മേഖലകളിൽ പ്രശസ്തരായവർ, പ്രശസ്തി നേടിയവർ, വളരെ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, അങ്ങനെ വളരെ ബൃഹത്തായ ഒരു വിദ്യാർത്ഥി ശിഷ്യഗണത്തിനെ കൂടി എനിക്ക് സംഭാവനയായി കിട്ടി. അതിലും അതിയായ ചാരിതാർത്ഥ്യം. ശരിക്കും എൻ്റെ പ്രീ ഡിഗ്രി ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ മെറിറ്റ് മാത്രം മതി. എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മെറിറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു എന്നാണ്. കാരണം അന്നത്തെ നമ്മുടെ റിസർവേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ ഒരു വലിയ നിരാശയായിരുന്നു, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ ദൈവാധീനം, എനിക്ക് പിന്നീട് ഞാൻ ആശ്വസിക്കുന്നത്, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനല്ല യോഗം ഉണ്ടായിരുന്നത്, മറിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ, ഭാവിയിലെ എഞ്ചിനീയർമാരെ പഠിപ്പിക്കാനുള്ള യോഗമായിരുന്നു എനിക്കുള്ളതെന്ന് പിന്നീട് ഞാൻ ആലോചിച്ച് സമാശ്വസിക്കുമായിരുന്നു. ഏതായാലും അവിടെ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. ഒരു ഘട്ടം അങ്ങനെ. രണ്ടാമത് സർവീസ് പരിചയം, പ്രവൃത്തി പരിചയം കൂടുന്ന മുറയ്ക്ക് നമുക്ക് പേപ്പർ വാല്യുവേഷൻ, എഞ്ചിനീയറിംഗ് പേപ്പറും പോളിടെക്നിക് പേപ്പറും ഒക്കെ വാല്യുവേഷൻ തുടങ്ങി. അപ്പോഴും എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. അതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് ആൻസർ പേപ്പറിൽ എഴുതി ജയിക്കുമോ നോക്കുമോ നല്ല മാർക്ക് കിട്ടുമോ എന്ന ആശങ്കയോടെ പേപ്പർ മടക്കി നൽകിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ആ പേപ്പർ വാല്യൂ ചെയ്യാൻ അതിൻ്റെ വിധികർത്താവായി എന്നുള്ള ചാരിതാർത്ഥ്യം. വീണ്ടും വർഷങ്ങൾ കടന്നപ്പോൾ, പ്രവൃത്തി പരിചയം കൂടിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനുള്ള സാഹചര്യം. അപ്പോഴും ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് ആൻസർ എഴുതി കൊടുത്ത എനിക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ പടിപടിയായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഉയരുന്നത് ഞാനിങ്ങനെ തൊട്ടറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ സിലബസ് എടുത്ത്
സ്കീം പ്രിപ്പറേഷൻ, അതിൻ്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, സിലബസ് റിവിഷൻ കമ്മിറ്റി മെമ്പർ, അങ്ങനെ പല മേഖലകളിലും തുടർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന്, ഒരു അധ്യാപികയിൽ നിന്ന് തുടർന്ന് മുന്നോട്ട് നമുക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ കഴിഞ്ഞതിലുള്ളൊരു ചാരിതാർത്ഥ്യം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ 2017 മാർച്ച് വരെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതം, അധ്യാപനം, അവിടുത്തെ സുഖസൗകര്യങ്ങളിലുള്ള സേവനം, അതുപോലെ മിടുക്കരും സമർത്ഥരുമായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള യോഗം, ആ വിദ്യാർത്ഥികളിൽ നിന്ന് നാം നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്ത അനുഭവ സമ്പത്തും അഭിരുചികളും, അവരിൽ നിന്നും ഞാനും ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുത്തു. യുവതലമുറയെ തൊട്ടടുത്തറിയാൻ അതൊരു പ്രത്യേക ആവേശം തന്നെയായിരുന്നു. അങ്ങനെ നീണ്ട സംവത്സരങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പാളായി പ്രൊമോഷൻ ലഭിച്ചു. നേരെ പാലക്കാടേക്ക്. അതുവരെ ഒരു ഫയൽ പോലും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ തന്നെ മെജോറിറ്റി ഓഫീസ് കാര്യങ്ങളും വേണ്ട ഹെൽപ്പുകളും ഫയലുകളും ഒക്കെ അവർ തന്നെ ചെയ്തോളും. ഞങ്ങൾ വിശേഷിച്ച് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കാര്യമായ ഒരു റോളില്ലായിരുന്നു. പഠിത്തത്തിൽ ഉള്ള റോളാണ്, അല്ലാതെ അഡ്മിനിസ്ട്രേഷനിലേക്ക് കാര്യമായ ഒരു റോള് ആരും വഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫയൽ എന്തെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ പ്രിൻസിപ്പളായി ഫയല് കൈകാര്യം ചെയ്യാൻ പ്രാപ്തയാകണമായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പളായപ്പോൾ ഫയലും പഠിച്ചെടുത്തു, അഡ്മിനിസ്ട്രേറ്റീവ് റോളും നിർവഹിച്ചു. അങ്ങനെ 1988 പാലക്കാട് തുടങ്ങിയ ദൗത്യം വീണ്ടും തിരിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ പ്രിൻസിപ്പളായിട്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെന്നെത്തി. അതിൻ്റെ കാരണം എഞ്ചിനീയറിംഗ് കോളേജിലല്ല, ടെക്നിക്കൽ എഡ്യൂക്കേഷനിലല്ല എൻ്റെ ലീനുള്ളത്. ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫാക്കൽറ്റിയാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വേക്കൻസി ഉണ്ട്. അന്ന് 18 വേക്കൻസിയാണ് എഞ്ചിനീയറിംഗ് കോളേജ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്. പിൽക്കാലത്ത് അത് വെട്ടിക്കുറച്ചു. എന്നാലും അന്ന് 18 വേക്കൻസി ഉണ്ട്. ഈ 18 വേക്കൻസിക്കും എപ്പോഴും ആള് കാണാറില്ല. അതുകൊണ്ട് തന്നെ വേക്കൻസി അവിടെ നിലനിൽക്കുക. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ഇല്ല. അങ്ങനെ അവിടെ തന്നെ, അതിനടുത്ത് തന്നെ, കോളേജിനടുത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സുഖസൗകര്യങ്ങൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലായതുകൊണ്ട് അനുഭവിക്കാനും പറ്റി. നല്ല കോളേജ്, പ്രശസ്തമായ കോളേജ്, നല്ല സുഖസൗകര്യങ്ങൾ, നല്ല സെറ്റപ്പ്, പഠിപ്പിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസും അന്തരീക്ഷവും സാഹചര്യവും അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളും നല്ല ഫാക്കൽറ്റിയും, എന്തുകൊണ്ടും നല്ലൊരു വൈബായിരുന്നു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപന കാലം. പിന്നെ പ്രിൻസിപ്പളായിട്ടാണ് പോയത്. ഇതിനകം തന്നെ ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായി. അപ്പോൾ ആ യാത്രക്കിടയിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത് ചിറ്റൂർ കോളേജിൽ ജൂനിയർ ലെക്ചററായിട്ട്, പിന്നെ ലെക്ചററായിട്ട് പ്രൊമോഷൻ. അത് കഴിഞ്ഞ് UGC ഇംപ്ലിമെൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ സീനിയർ സ്കെയിൽ ലെക്ചറർ, സെലക്ഷൻ ഗ്രേഡ് ലെക്ചറർ, അസോസിയേറ്റ് പ്രൊഫസർ. അങ്ങനെ ഇരിക്കവേ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, പിന്നെ പ്രിൻസിപ്പാൾ. ഇത്രയും പ്രൊമോഷൻസ് ആ സീനിയോറിറ്റിക്ക് അനുസരിച്ച് നേടിയെടുക്കാനും കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നത് കൊണ്ട് ഇത് എടുത്തു പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ പിറകിലൊരു അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും കഥയുണ്ട്. നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. വിജയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തേടിയെത്തും. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്.